മനസ്സിലായിട്ടുണ്ടാവും. രമേശേട്ടന് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ടാഗ് എന്നെ ചുമരിന്റെ മുകളിൽ നിന്ന് ഭിത്തിയിൽ ആണിയടിച്ച് തറയ്ക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള സംഭവമായിട്ടാണ് വന്നിരിക്കുന്നതാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക്. എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എന്താണ് നീ ചെയ്യാൻ പോണെന്നുള്ളത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞതാ. എന്നാൽ ഞാൻ ഒന്ന് കുറച്ചൊക്കെ ഹസ്ബൻഡായി ചെയ്തിട്ട് എന്താ കാര്യം? അതല്ല, എനിക്ക് ഞാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോ എത്രത്തോളം ഉണ്ടാക്കുന്ന രമേശേട്ടന് അതാ ഏറ്റവും രസം. അവള് എന്നോട് പറഞ്ഞു മിത്ത് കേട്ടു. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഈ ഹസ്ബൻഡായി, എന്താ നീ ചെയ്യാൻ പോകണം? അപ്പൊ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്പൊ അത് ചോദിക്കും, അപ്പൊ അതിന് ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി പറയണമെന്ന്. അപ്പൊ അവളോട് പോയപ്പോ മിത്തുവിന്റെ അടുത്ത് പപ്പ വാ ഇത് എന്താ ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ട്, ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് നമ്മ ഉറപ്പായിട്ട് ചോദിക്കുന്നത്. കാരണം അവൾക്ക് അറിയുന്നത് ആകെ ക്വസ്റ്റ്യൻസ് പ്രസാദിനോട് എപ്പോഴും അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉറപ്പായിട്ട് നമ്മ ചോദിക്കുന്നതാണ് കേട്ടോ. ഞാൻ മിത്തു അതൊന്നും എന്റെ വേറൊന്നും പരിപാടിയാണ് മിത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് വേറൊന്നല്ല, ഇത് എനിക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഓർമ്മ നിൽക്കണ്ടേ നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻ, പിന്നെ കുറച്ച് റാപ്പിഡ് ഫയർ, പിന്നെ ഇതിൽ റാപ്പിഡ് ഫയർ ഉണ്ട്. യെസ്. പിന്നെ ഇതിലെനിക്ക് ഞാൻ തന്നെ വടി കൊടുത്ത് അടി വാങ്ങുകയാണെന്ന് എനിക്കറിയാം. കാരണം പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും ആവില്ല പറയണ്ടാവുക. പക്ഷെ എനിക്ക് അറിയാനുള്ള എനിക്ക് ഒരുവിധ കാര്യങ്ങളും അറിയും തോന്നുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ മെയിനായിട്ട് രമേശേട്ടനെ കുറിച്ചിട്ടല്ല കൂടുതൽ പറയുന്നത്. എന്നെ കുറിച്ച് രമേശേട്ടനുള്ള ഒരു ധാരണയാണ് ഞാൻ ഈ ഹസ്ബൻഡ് ടാഗിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വടി കൊടുത്ത് അടി വാങ്ങുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിന്നെ കുറിച്ചിട്ടാണ് ഞാൻ പറയണ്ടേ. അതെന്താ സന്തോഷം നോക്കിയേ, അടിപൊളി, നല്ല സന്തോഷമായി. അതന്നെ എനിക്കറിയാം. ഞാൻ വെറുതെ പരിപാടി അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്താ ഞാൻ തന്നെ എന്റെ എന്താ പറയാ കുഴി തോണ്ടാ അറിയില്ല. നിന്നെ കുറിച്ച് നിന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, സ്വപ്ന ഈസ് ഡെഡ്ലി ബിസിനസ്. ലൂസിഫറിന്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും. കണ്ടില്ലേ ലൂസിഫർ? അത് കണ്ടിട്ടില്ല? എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലേ ലൂസിഫർ? സൂപ്പർ മൂവി അല്ലേ, കണ്ടു കേട്ടോ. ഫസ്റ്റ് ഒന്നുമല്ല, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. കാരണം നമ്മുടെ ചാനലില് കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പുതിയത് വണ്ടർലാൻഡില്. മാത്രമല്ല നമ്മളൊരു Q&A പോലെ ഇട്ടിട്ടില്ല. നമ്മുടെ ഫുഡ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിലൊരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അല്ലെ വീഡിയോ. പക്ഷെ ഈ ഒരു ചാനലിൽ നമ്മൾ ഇതുവരെ Q&A ഇട്ടിട്ടില്ല. അപ്പൊ എന്റെ പേര് രമേഷ്. ഒരു പാവാണ്, വളരെ പാവാണ്. അതൊന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പേര്, വയസ്സ്, ജോലി, ഇതൊക്കെയാണ്. അല്ലാതെ ക്യാരക്ടർ ഞാൻ ചോദിച്ചോ? ശരി, അപ്പൊ ക്യാരക്ടർ വേണ്ട. എന്റെ ജോലി, ഞാൻ ഒരു ഫ്രഞ്ച് MNCയില് ജനറൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ക്വാളിഫിക്കേഷൻ MBA. എന്റെ വീട് വളാഞ്ചേരി, മലപ്പുറം ഡിസ്ട്രിക്ട് വളാഞ്ചേരിയിൽ വലിയകുന്ന് എന്ന സ്ഥലത്താണ് എന്റെ വീട്. നമുക്ക് പറയാം ഡീറ്റെയിൽ ആയിട്ട് നാടിനെ പറ്റിട്ടൊക്കെ. അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മമ്മ. അനിയത്തി ഇവിടെ, അനിയത്തി ഖത്തറിലാണ്. അനിയത്തി ഹസ്ബൻഡ്, കുട്ടികൾ ഖത്തറില്. വെരി ഗുഡ്, അടിപൊളി. ഇനി മുംബൈയിൽ എത്ര വർഷമായി? 16 വർഷമായി. 16 വർഷമായി മുംബൈക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞ മുംബൈക്കർ എന്ന് പറയാം. 16 വർഷം. എന്റെ ഒരു ഗുഡ് ക്വാളിറ്റി, ഒരു ബാഡ് ക്വാളിറ്റി. ഒന്ന് പറയാം ഗുഡ് ക്വാളിറ്റി. അതന്നെ അറിയില്ല, അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയറിയാം. ബാഡ് ക്വാളിറ്റി കുറെ ഉണ്ടാവും, എന്നാലും പറഞ്ഞോളൂ. ഒന്നെങ്കിലും കേൾക്കാൻ ആഗ്രഹം കൊണ്ട്. അല്ല, ഭയങ്കര കെയറിംഗ് ആണ്. അത് സംഭവം ശരിയാ, അത് നമ്മള് പറയേണ്ട തന്നെയല്ല. സന്തോഷമായി. നല്ല ശ്രദ്ധിക്കും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കൂടുതലാണെന്നുള്ളതാണ് എന്റെ സംശയം. ഇങ്ങനെ നടന്നിട്ട് അത് ചെയ്തു ഞാൻ വെറുതെ ഇരിക്കുന്നിടത്ത് ഞാനൊന്ന് അങ്ങനെ ശ്വാസം വിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റി, എന്ത് പ്രശ്നമുണ്ടോ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അയ്യോ ഞാനൊന്ന് ഒരു ശ്വാസം വിടാൻ പറ്റില്ല വീട്ടില്. അപ്പൊ ശ്രദ്ധിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമില്ലല്ലോ. എനിക്ക് നല്ല പേടിയാണ് ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നം. ഓവർ കോൺഷ്യസ് ആണ് നമ്മളെ പറ്റിയിട്ട്. അത് എന്നെ പറ്റിയിട്ടല്ല, എനിക്ക് തോന്നുന്നു അവളെ ചുറ്റുപറ്റിയിട്ടുള്ള എല്ലാവരും പറ്റിയിട്ട് അവളെ. ശരിയാണ്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് നല്ലതാണോ ചീത്താണോ എനിക്കറിയില്ല. പറഞ്ഞത് പോലെ ചീത്തായി തോന്നുന്നു. പിന്നെ നല്ല ഫുഡ് ഉണ്ടാക്കും, അതെനിക്ക് അതും കൂടി പറയാനുള്ളതുണ്ട്. ഒപ്പം നല്ല ഫുഡ് ഉണ്ടാക്കും. സ്വപ്ന ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ആ നാവില പല ടേസ്റ്റുകൾ ഇത്രക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇത്ര ക്യാമറ ഓഫ് ആക്കിയല്ലോ. നല്ല വിശപ്പുണ്ട്, നല്ല ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹങ്ങളാണ്. ഇത്രക്ക് എനിക്ക് എന്നെ താഴ്ത്തി കിട്ടിയാലും എനിക്ക് വിഷമമില്ല. പക്ഷെ എനിക്ക് പൊക്കി പറഞ്ഞാലേ എനിക്ക് സഹിക്കില്ല. ഞാൻ എപ്പോഴും വിഷമം എന്നെ പൊക്കി പറയുന്നത്. കാരണം എനിക്ക് എവിടുന്നോ ഒരു കിട്ടുന്ന തട്ടല് പോലെ എനിക്ക് ഫീൽ ചെയ്യാ. സത്യമായിട്ടുള്ള കാര്യമാണ്. താഴ്ത്തി കിട്ടിയ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ബാഡ് ക്വാളിറ്റി അതൊന്നും പറ്റില്ല. അത് ഒന്നും പറ്റില്ല. ഇനി കുറെ വേണം പറയുമ്പോ പറയണ്ട, എല്ലാം പറയണല്ലോ. ഏതെങ്കിലും ഒന്ന് ഏറ്റവും തല്ലിപ്പൊളി സ്വഭാവമായിട്ട് തോന്നിയത്
ഏറ്റവും തല്ലിപ്പൊളി സ്വഭാവമായിട്ട് വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരും. വെറുതെ ഇരിക്കുമ്പോ ഒച്ചപ്പള്ളി കുട്ടിയുടെ പ്രശ്നം ഉണ്ടാക്കാൻ വരും. പിന്നെ അവളെ തന്നെ സോൾവ് ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കും, നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? നീ തന്നെ സോൾവ് ചെയ്യണം, നീ തന്നെ പ്രശ്നം ഉണ്ടാക്കണം. അതിന്റെ ആവശ്യം ഉണ്ടാവില്ല ആക്ച്വലി. അപ്പൊ അതൊരു ബാഡ് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചതിൽ ഞാൻ ഇന്നേ വരെ ആരെങ്കിലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അതാണ് എനിക്ക് അത്ഭുതം. ഞാനൊരു വഴക്കാളിയാണെന്ന് ഇവള് അത് പറയില്ല. ഇവള് പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും അവള് പറഞ്ഞു കിട്ടുന്നുണ്ട് അവിടെ നിൽക്കുന്നു. പക്ഷെ അവിടെയുള്ളവരൊന്നും ഒരിക്കലും സ്വപ്നം അങ്ങനെയാണെന്ന് പറഞ്ഞു കിട്ടില്ല. ആ സ്വപ്നം വളരെ ഡീസന്റ്, ഒരു പ്രശ്നമില്ല. കാരണം എന്താ അറിയോ, അവൾ ആരോടധികം മിണ്ടില്ല, ആരോടും ഒന്നും പോകാറില്ല. അതൊക്കെ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ വരൂ ഇരിക്കൂ, എനിക്കാണ് അതൊക്കെ. അതൊരു സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ എന്റെ അടുത്താണ്. വേറെ പുറമെ ഉള്ളവർക്കൊക്കെ സ്വപ്ന പറഞ്ഞു കഴിഞ്ഞാല് ഇത്ര എന്റെ അടുത്ത് മോശമായിട്ടല്ല, പക്ഷെ അവളൊക്കെ പറയേണ്ടതൊക്കെ അവൾ എന്നോട് പറയും. വേറൊരാളോടൊന്നും അവർ പറയില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് വേറൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ തീരെ പറ്റില്ല. പക്ഷെ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ ഇവിടെ കൊണ്ടെത്താറുള്ളൂ. അത് മുഴുവൻ ആ ദിവസം ഞാൻ ദേഷ്യപ്പെട്ട ദിവസം രമേശേട്ടൻ പറയും, ഇന്നെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സ്കൂളില്, അല്ലെങ്കിൽ ഇന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഓഫീസിൽ എന്ന് പറയും. കാരണം പിന്നെ അടുത്തത് ഫോട്ടോഗ്രാഫി ആണോ പെയിന്റിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? ഇതിപ്പോ അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം ചോദിക്കണത് പോലെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കൂടുതൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോ ഫോട്ടോഗ്രാഫി എനിക്കും വന്നു, ജോലി വന്നു, പെയിന്റിംഗ് ആയിട്ട് വന്നു. പെയിന്റ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ എടുക്കും. അടിപൊളി, താങ്ക് യു. അത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എങ്ങനെയാ ഒഴിവാക്കുക? ഒന്നിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്യാമറയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബ്രഷ് വിഷമാവും, എന്റെ ബ്രഷിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്യാമറ വിഷമാവും. സോ ഐ വിൽ നോട്ട് ഡു ദാറ്റ്. സോറി. ഇനി എന്താ, എനിക്ക് രമേശേട്ടനോട് എന്താണ് ഇഷ്ടം? നിനക്ക് എന്നോട് എന്താണ് ഇഷ്ടം? അതെന്താ എന്നോട് ചോദിക്കുന്നത്? എന്ത് ചോദ്യം? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എനിക്ക് രമേശോട് അതിപ്പോ ഞാൻ എന്തുകൊണ്ടാവും കല്യാണത്തിന് സമ്മതിച്ചത്, എന്ത് ക്വാളിറ്റി ആയിരിക്കും ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കോ? ഇത്രയൊക്കെ ആലോചിക്കാൻ സമയം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു. ഞാൻ എന്നോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായിരുന്നു. അല്ല എന്നാലും ഒന്ന് പറ, ഞാൻ ചോദിച്ചതല്ല, എനിക്ക് അറിയാനൊരു ആഗ്രഹമില്ല. എനിക്ക് ഇതൊക്കെ ഇപ്പോഴൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. നിനക്കറിയല്ലോ, നീയൊക്കെ ആൻസർ പറയണ്ടേ? ഓ ഞാൻ പറയാം. നീ എന്ത് കണ്ടിട്ടാണ് കേറി വന്നത്? അതാണ് ഞാൻ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുള്ള. നീ അങ്ങനെയല്ല ചോദിച്ചിട്ടുണ്ടോ, എന്ത് കണ്ടിട്ടാണ് കേറി? അതാണ് ഉദ്ദേശിച്ചത്. അത് ശരി. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അല്ലല്ല, ഞാൻ ശരിക്കും നല്ല എന്താവും കാരണം എന്റെ സൗന്ദര്യം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നീ എന്നെ ഇപ്പൊ കടയ്ക്കും. സൗന്ദര്യമല്ല, എന്റെ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്റെ ബുദ്ധി നീ കണ്ടിട്ടില്ല. പിന്നെ എന്താവും സംഭവം? വേറെ ഒന്നും നീ എന്റെ ഫോട്ടോ കണ്ടിട്ടാവും. പക്ഷെ അല്ലല്ല, സൗന്ദര്യം ഞാനൊരു മാനദണ്ഡമേ ആക്കിയിരുന്നില്ല. സൗന്ദര്യം ഇല്ല എന്നല്ല പറയുന്നത്, ഇന്നതാണ് ഇത്ര. പക്ഷെ ഹൈറ്റ് ഇഷ്ടമായിരുന്നു, കാരണം ഞാൻ തീരെ ഹൈറ്റ് ഇല്ലല്ലോ. അപ്പൊ രമേശേട്ടൻ നല്ല ഹൈറ്റ് ഉണ്ട്. നീ വളരെ ജെന്യൂൻ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണോ, അതോ എന്റെ സംസാരം കേട്ടിട്ടാണോ? അല്ലേ, എന്റെ സംസാരം കേട്ടിട്ടാണോ? രമേശേട്ടൻ എന്നെ മനസ്സിലായിട്ടുണ്ടാവും. സംസാരം കേട്ടിട്ട് സംസാരിച്ചു വീണതാണ്. അതെ, സംസാരിച്ചു വീണതാണ്. അല്ലാതെ ഭംഗി അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറേ ഇല്ല. ഞാൻ ഭംഗിയില്ല എന്നല്ല പറയണത് കേട്ടോ. അയ്യോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതിന് മുന്നേ ലൂസിഫർ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞു താടി മീശയും വെച്ചിട്ട് ലാലേട്ടനേക്കാൾ ഭംഗി ലോകത്ത് ആരും ഇല്ല പറഞ്ഞിട്ട് എല്ലാവരും ചേച്ചി അടുത്തിരുന്നിട്ട് ചേച്ചിക്ക് ഇങ്ങനെ പറയാൻ തോന്നില്ല. സത്യമായിട്ട് എന്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും എന്റെ നന്ദി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നെ അടുത്തിരുത്തിട്ട് പറയുന്നത് താടി മീശയുടെ ലോകത്തിൽ വേറെ ആളില്ല ലാലേട്ടൻ. പഴയ ശ്രീനിവാസനായി. ഞാൻ രാവിലെ ടീച്ചറോട് പറഞ്ഞു, എന്നാലും മോഹൻലാലില്ലേ ഈ കള്ളൊക്കെ കുടിക്കട്ടോ, ഭയങ്കര സുഖമില്ല എന്നല്ല. അപ്പൊ കള്ളൊക്കെ കുടിക്കാം, ഞാൻ വരേണ്ടതായിരുന്നു, ഞാൻ വെള്ളം കടിച്ചിട്ടതാ. അല്ല ഇത് ഭംഗി അങ്ങനെയല്ലോ. നമ്മൾക്കൊരാള് നമ്മൾ ഭയങ്കര ഫാൻ ആകുമ്പോ ഇപ്പോഴും ഞാൻ തന്നെ പറയും ലാലേട്ടന്റെ ഒരു ഗ്ലാമർ അവള് പറയണ്ട, എനിക്കറിയാം. ഈ ലോകത്ത് വേറെ ആരും ഇല്ല. അത് ഞാൻ ഇനിയും പറയൂ. അത്ര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഈ രമേശേട്ടന്റെ കല്യാണത്തിനേക്കാളും മുന്നേ ലാലേട്ടന്റെ കട്ട ഫാനാണ്. അപ്പൊ ആ ഒരു ഇഷ്ടം ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും. അപ്പൊ ഇത് ശരിയാണ്, സംസാരം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അടിപൊളി സംസാരമാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മള് പിന്നെ കല്യാണമായിട്ടല്ല അറിയുന്നത്. സംസാരിച്ച് വീഴ്ത്താൻ ഭയങ്കര ക്യാമ്പനാണ്. ഇനി ചോദിക്കട്ടെ, ഞാൻ എന്നെ ഏത് രൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും
ഭംഗിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന വേഷം? സാരി. ഞാൻ ഏറ്റവും ഭംഗി തോന്നിയത് സാരിയില. സാരി. ഈ ചോദ്യത്തിന് എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. സാരി പ്രാന്തനാണ്. സാരി ചുറ്റിയിട്ടുള്ള. പക്ഷെ ഞാൻ സാരി ഉടുക്കലല്ലേ വളരെ അപൂർവം. അവിടെ സാരി ഇട്ടാറില്ല. ഞാൻ എപ്പോഴെങ്കിലും പറയും, എന്തെങ്കിലും കാലത്ത് സാരി ഇട്ട് കാണുമ്പോൾ ഞാൻ പറയും, ഞാൻ ക്യാമറ എടുത്തോണ്ട് ഞാൻ 2 ക്ലിക്ക് ചെയ്യും, ഞാൻ പറയും നല്ല രസമുണ്ട്. അപ്പൊ സാരി ഇട്ടുമ്പോൾ ഞാൻ പറയും 2 ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയുണ്ട്. എപ്പോഴെങ്കിലൊക്കെ കാണാറുണ്ട്, വളരെ അപൂർവമായിട്ട് സാരി ഇട്ടാറുണ്ട്. നമ്മളിൽ ആരാണ് ടോക്കറ്റീവ്? ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ടോക്കറ്റീവ് ആയില്ലേ? നല്ല സംസാരം, നല്ല കത്തിയാ. മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാ, ബാക്കി നിങ്ങളെ സൗരഭ്യാണോ സൗന്ദര്യാണോ സൗന്ദര്യാണോ എന്താ അല്ലേ? സൗരഭ്യാണോ? അപ്പൊ ആർക്കറിയാം, ഈ പറഞ്ഞ മലയാളത്തിലേക്ക് പോയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നന്നായിട്ട് സംസാരിക്കും. ഞാൻ തീരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. അടുത്തുള്ളവരോട് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ കേട്ടോ. പെണ്ണ് കാണാൻ വന്നപ്പോ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ എന്താ തോന്നിയത്? ശരിക്കും എന്താ തോന്നുന്നു? നമുക്കൊരാളെ കണ്ടാ തോന്നില്ലേ? പെണ്ണ് കാണാനൊക്കെ വന്നപ്പോ ഒരു വികാരം ഇല്ലാതെ കല്യാണം കഴിച്ചത്. ശരിക്കും പെണ്ണ് കാണാൻ വന്ന സമയം ഞങ്ങളെ പെണ്ണ് കാണൽ ഉണ്ടായതില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂരത്തിന്റെ ആളുണ്ടായിരുന്നു. ഞാൻ ഇതിലെ എണ്ണി നോക്കി, ഇതിലെ ഏതാണ് ഇതിന്റെ ചെക്ക്. എനിക്ക് മനസ്സിലായില്ല. കാരണം രമേശന്റെ വീട്ടിൽ നിന്ന് 100 ആളെ, എന്റെ വീട്ടിൽ നിന്ന് പറയും വേണ്ട, ഇഷ്ടം പോലെ ആൾക്കാർ. അതും ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്ന് കൂടി നമുക്ക് അറിയാത്ത പെണ്ണ് കാണാൻ. ആൾമോസ്റ്റ് ഒരു എൻഗേജ്മെന്റ് സ്റ്റൈലിൽ പെണ്ണ് കാണലൊക്കെ ആയിരുന്നു ഞങ്ങളുണ്ടായത്. ഞങ്ങളുടെ വീട്ടിന്റെ വാട പരിപ്പാട അത് ഇത് എന്തൊക്കെയായിരുന്നു. അപ്പൊ എനിക്ക് കണ്ടപ്പോ മറ്റേ എന്താ ആദ്യം തോന്നിയിട്ടുണ്ടാവുക? ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. അല്ല ഭംഗി പിന്നെ അന്നും ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചോളം സ്മാർട്ട് ഇന്റലിജന്റ് അത് രണ്ടുമല്ലല്ലോ. സ്മാർട്ട് കുഴഞ്ഞും കൊണ്ടില്ലേ പറയാത്ത. എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? അല്ലാത്ത സാധനം എന്നോട് ഒരു ചവലാക്ക് ചുരിദാർ, ഒരു ചവലാക്ക് പറയാത്ത എന്താ അത് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ചവലാക്ക് ചുരിദാറും. പിന്നെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അത് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാന് ഒട്ടും സ്മാർട്ട് അല്ലാത്ത വളരെ എന്താ പറയാ എല്ലാവർക്കും ബോറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ പിന്നെയും ഒരു വ്യത്യാസം അല്ലായിരുന്നു, അത് വേറെ കാര്യം. അതിപ്പോ എല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഒട്ടും സ്മാർട്ട് അല്ലാത്ത ഒരു ചവലാക്ക്. ഗിഫ്റ്റ് അടക്കം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു ദിവസം ഒരു പ്രാവശ്യം അപ്പോഴടക്കം അവള് ഭയങ്കര എനിക്ക് പണ്ടത്തെ ചിത്രമൊക്കെ വരച്ച് കളിക്കായിരുന്നു. പിന്നെ കാലോട് ചിത്രമൊന്നും വരച്ചിട്ടില്ല, അത്രയ്ക്കൊന്നുമില്ല. ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോഴും അവള് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ വേറെ എന്താ അറിയോ? വേറെന്താ വേറെന്താ വേറെന്താ. ഈ വേറെന്താ എന്നല്ലാതെ ഒന്നും നിനക്കൊന്നും പറയല്ലേ? വേറെന്താ വേറെന്താ. അതൊരു സത്യം, അത്ര തല്ലിപ്പൊളിയായിരുന്നു ഞാന്. പിന്നെ എന്താ മേക്കപ്പും ഇല്ല, പൊട്ടു തൊടില്ല. അപ്പൊ അന്ന് എന്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ എന്നെ ഈ രൂപത്തിൽ കാണുന്നവര് കണ്ടാ അങ്ങനെ വലിയ ആളൊക്കെ ആയിരുന്നു. ഇപ്പൊ തോന്നുന്ന പൊട്ടത്തി അത് കല്യാണം ശരിയായതുകൊണ്ട് ശരിയായി. ആ കോലത്തിലൊക്കെ നിന്നാ ഒരിക്കലും ആരും കല്യാണം കഴിച്ചില്ല. അങ്ങനത്തെ ഒരു കൊല്ലം, അതായത് ഒരു മേക്കപ്പും ഇല്ല, ഞാൻ മാലിടില്ല, വളയിടില്ല, കമ്മലിടില്ല, ആ ഒരു രൂപത്തിൽ കണ്ട. പക്ഷെ ഒരു പെണ്ണ് കാണാൻ വരുമ്പോ അത്യാവശ്യം നല്ല ഭംഗിയിൽ ഒരുങ്ങിക്കൂടെ, അതും ഉണ്ടായിരുന്നില്ല. അത്ര തല്ലിപ്പൊളിയായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നില്ല, നല്ല സ്റ്റൈലായിട്ടായിരുന്നു വന്നിരുന്നത്. വലിയ ചുള്ളനൊക്കെ ആയിട്ടാ വന്നിരുന്നത്. അല്ലല്ല, നല്ല രസമായിട്ടാണ്. ഭയങ്കര സ്മാർട്ടൊക്കെ ആയിട്ടാ വന്നിരുന്നത്. എന്റെ ഒരു ഹിഡൻ ടാലന്റ് തോന്നിയിട്ടുണ്ടോ? നല്ല ടാലന്റ് ഒക്കെ ഉണ്ടെന്ന്. ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഒളിഞ്ഞു കിടക്കുന്ന ടാലന്റ്. പുറത്ത് വന്ന ടാലന്റ് തന്നെ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്താണ് അത് എന്നല്ല. അപ്പൊ ഞാൻ ഈ ഹിഡന്റെ കാര്യം പറയുന്നത് എന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്കെ ഇവളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് എന്നെങ്കിലും തോന്നിയിരുന്നു. ഇമാതിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നീ ഹസ്ബൻഡ് ടാഗിൽ തരരുത്. ഹസ്ബൻഡ് ടാഗിലല്ലേ എനിക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നോട് അല്ലാതെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും നോക്കിയിരിക്കുന്നോ? ഒരു ടാലന്റ്, അതായത് ലൈഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട്, അത് ടാലന്റ് ആണോ അറിയില്ല. ലൈഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതമായിട്ട് അടിച്ചു പൊളിച്ച് പോകണം എന്നുള്ള അതെങ്ങനെ കൊണ്ടുപോവാ എന്നുള്ള ഒരു ടാലന്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു ടാലന്റ് ചിലപ്പോൾ എനിക്കില്ല. അപ്പൊ അവളാണ് അത് മോൾഡ് ചെയ്ത് കൊണ്ടുപോവാ, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ അതൊരു ടാലന്റ് എനിക്കുണ്ട്. കാരണം നമ്മളെ ഒരു പാർട്ട്ണർ എങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണം എന്ന് ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പൊ അതൊരു ഹിഡൻ ടാലന്റ് ആണ്. ഞാനത് പുറത്തേറെ കണ്ടില്ല, അപ്പൊ അത് ഉണ്ട് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാനോട് പറഞ്ഞിട്ടില്ല. ശരിയാണ്, നീ അങ്ങനെ പറയാറില്ല, എങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അപ്പോഴാണിത്. നമ്മളിൽ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ ആംബിഷ്യസ്?
ambitious നീയല്ലേ? ആംബിഷ്യസ് പറഞ്ഞ നമ്മളുടെ രണ്ടുപേരിലും ആരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, ആരുടെ ഒരു ആംബിഷനിലാണ് നമ്മളിപ്പോ ജീവിതം മുന്നോട്ട് പോണത്? നമ്മൾ രണ്ടാളും ഒരുപോലെ ambitious അല്ലേ? നമ്മൾ രണ്ടാളും ഒരുപോലെ ambitious ആണ്. ഞാൻ എന്റേതായ രീതിയിൽ ambitious ആണ്. എനിക്ക് എന്റെ കരിയർ നന്നാക്കണം, എനിക്ക് എന്റെ ലൈഫിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളത്. നിനക്ക് നിന്റെ ambitious വല്ലതും ഉണ്ടോ? ഇപ്പൊ നമ്മൾ യൂട്യൂബാണ് എന്റെ ambition. ഇപ്പൊ അടുത്തായിട്ട് ഈ ambitious എന്നുള്ള സംഭവം അവളെ ഡിക്ഷണറിയിൽ വന്നു കയറിയതാണ്. അതിന്റെ മുന്നേ അല്ലെങ്കിൽ ഞാൻ ambitious ആണ്, പക്ഷെ ഞാൻ പണിയെടുക്കില്ല. രമേശന്റെ പണി ambitious ആണ്, എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങളല്ലേ. ആ ട്രിപ്പ് പോണം. അപ്പൊ അവളെ ambitious, പക്ഷെ ട്രിപ്പ് ഞാൻ കൊണ്ടുപോകണം. ഈ ട്രിപ്പ് പോകണം, ഞാൻ കൊണ്ടുപോകണം. എന്റെ ambition ആയിരുന്നു ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്, ദിവസം അയച്ച് അതൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്റെ ambition ആണ്. ഇപ്പൊ വീടും കാറൊന്നും അത്ര വലിയ ambition ഒന്നായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. ഒരു ജീവിക്കാൻ ഒരു വീട് വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ സ്ഥലങ്ങൾ പോകണം, വേൾഡ് മൊത്തം ട്രാവൽ ചെയ്യണം എന്നാണ് എന്റെ ambition ഉണ്ടായിരുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ambition. പക്ഷെ ഞാൻ പണിയെടുക്കില്ല രവിശേട്ടൻ. ഇപ്പൊ പക്ഷെ ഞാൻ പണിയെടുക്കുന്നുണ്ട് അല്ലെ, അപ്പൊ എനിക്കൊരു ഊർജം വന്നു. അത് നല്ലതാണ്, പക്ഷെ സമയം കൂടി വേണ്ട ഇതിലൊക്കെ. അത് ശരിയാണ്. ഇനി കുറച്ച് റാപ്പിഡ് ഫയർ, കുറെ നേരമായില്ലേ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രമേശ് ചേട്ടനെ എന്നെ പറ്റി എത്രത്തോളം അറിയാമെന്നുള്ളത്. ഒന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ ചോദിച്ചേക്കാം. മൈ ഡേറ്റ് ഓഫ് ബർത്ത് 3/10/1986. കാരണം ഗാന്ധി ജയന്തി അടുത്ത ദിവസമാണെന്നുള്ളത് ഞാൻ ഓർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, മാപ്പാക്കണം. ഒരു സിനിമയില് സലീം കുമാർ പറയുന്നുണ്ട്, എന്താണ് ഭാര്യയുടെ പേര് ചോദിച്ചപ്പോ മോളെ തങ്കം എന്നൊക്കെ വിളിക്കുന്നത്. എന്താ ചോദിച്ചപ്പോ കല്യാണത്തിന്റെ ഫസ്റ്റ് നൈറ്റിൽ ആ ഭദ്രകാളിയുടെ പേര് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം മുതൽ മോളെ പഞ്ചാരയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പേര് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ്. ചോദിക്കട്ടെ, നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്, അതായത് പെണ്ണ് കാണലല്ലാതെ നമ്മളെ എവിടെ വെച്ചിട്ടാണ് ആദ്യം മീറ്റ് ചെയ്തത്? പുറത്ത്. അറിയാലോ. അത് അന്നിക്ക് എന്താ വാങ്ങിച്ചത്? അന്ന് നിനക്ക് ഐസ്ക്രീം. അത് ഞാൻ ചോദിച്ചിട്ട് ഒരു ജ്യൂസ് പോലും വാങ്ങി തരില്ല. ഞാൻ ഈ ചെക്കായി വെറുതെ വർത്താനം പറയാൻ വേണ്ടി വിളിച്ച മനുഷ്യനെ വിശന്നിട്ട്. അന്ന് ഞാൻ ഫുഡിയാണ്. രമേശ്വരനാണെങ്കിൽ വെറുതെ കുറെ വർത്താനം പറയാൻ വേണ്ടി വന്നത്. ഞാൻ വിളിച്ചത് വല്ല ഐസ്ക്രീമോ ജ്യൂസൊക്കെ കഴിച്ചു വല്ല ഫസ്റ്റ് ടൈം നമ്മള് മുഖം കാണുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ആളെ എങ്ങനെയാണെന്നൊക്കെ അറിയണ്ട. ഹായ്, എന്തൊക്കെ എങ്ങനെയൊക്കെ. എനിക്ക് ഐസ്ക്രീം വേണം, എനിക്ക് ഐസ്ക്രീമേ. മോള് വരുമ്പോ കുഞ്ഞെ കുട്ടീനെ കൊണ്ടുപോണ പോലെ ഞാൻ അപ്പൊ എനിക്ക് തോന്നി പാവ ബുദ്ധി ഇറക്കാത്ത കുട്ടീനെ ഞാൻ കല്യാണം കഴിഞ്ഞാൽ പോട് തോന്നുന്നു. മോള് വരും പിടിച്ചോണ്ടേ ഞാൻ അവിടെ ഐസ്ക്രീം പാർലറിൽ എടുത്തി. എന്താ വേണ്ടി? ചോക്ലേറ്റ്. ഇപ്പോഴും അതിന് അതേ എപ്പോഴും എന്താ വേണ്ട ഐസ്ക്രീം കഴിക്കുക ഭക്ഷണം. ഇനി നമ്മൾ രണ്ടുപേരിലും ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? നോ ഡൗട്ട്, നോ ഡൗട്ട് ഞാൻ തന്നെ. ആ വാക്കിലേക്ക് അറിയാതെ ചോദിക്കണ്ടാവില്ല. ആ ക്രെഡിറ്റ് ഒക്കെ എടുത്തോളൂ. അല്ലല്ല, അവള് റൊമാൻറ്റിക് ആണ്, പക്ഷെ കുറച്ച് എക്സ്പ്രസീവ് അല്ല. എക്സ്പ്രസീവ് അല്ല, കുറച്ച് റൊമാൻറ്റിക്, ഷൈ ആണ്. കുറച്ച് റൊമാൻറ്റിക്. അത് കുഴപ്പമില്ല, ലോകത്തോട് മുഴുവൻ റൊമാൻറ്റിക് കാണിക്കില്ല. എന്നോട് കാണിച്ച പോലെ റൊമാൻസ് കുഴപ്പമില്ല. ആ ഷൈ എനിക്ക് ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ് കളർ. എല്ലാം അറിയണ ആളല്ലേ, എല്ലാം നോക്കട്ടെ. എന്റെ ഫേവറേറ്റ് കളർ, എന്റെ കുട്ടിയോട് ചോദിച്ചാൽ എല്ലാം അറിയും കേട്ടോ. എന്റെ മിത്തുക്കുട്ടിക്ക് എന്റെ എല്ലാ കാര്യം A to Z അറിയാം. ഭയങ്കര പ്രാപ്തി. എന്നെ ഒരു തരത്തിലും അവള് വിടില്ല. എന്നെ കൊണ്ടേ അവള് പോവു പറയില്ലേ. പിങ്ക്, ഗ്രീൻ, ബ്ലാക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നാവാൻ സാധ്യത. അത് ശരിയാ. ആണോ? ബ്ലാക്ക് അല്ല, പിങ്ക്. ഞാൻ പറഞ്ഞോളാം. പിങ്ക് ആണ് ഫേവറേറ്റ്, പിന്നെ ബ്ലാക്ക്. പിങ്ക്, ഗ്രീൻ, പിങ്ക് ഫേവറേറ്റ്, ഫസ്റ്റ് ഫേവറേറ്റ്, എവർ ഫേവറേറ്റ് പിങ്ക്, പിന്നെ ബ്ലാക്ക്. എനിക്ക് അവള് ഡ്രസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ലൈറ്റ് ഗ്രീൻ. ഏകദേശം ഈ കളർ, ഈ ഒരു കളർ മസ്റ്റാർഡ് കളറാണ് രമേശേട്ടന്. ഞാൻ അതുകൊണ്ട് എന്റെ കയ്യിൽ കുറെ മസ്റ്റാർഡ് ടൈപ്പ് ഡ്രസ്സുകൾ തോന്നുന്നു. എനിക്ക് ഒട്ടും മാച്ച് ചെയ്യില്ല, എന്റെ കളറിന് തീരെ മാച്ച് ചെയ്ത പോലെ തോന്നുന്നു. ബ്ലാക്ക് എന്താ ചോദിക്കാനുള്ളത്? ബ്ലാക്കിന്റെ കളിയാണ് ദൈവമേ. കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഫുൾ ബ്ലാക്ക്. എനിക്ക് ദേഷ്യം വരും. ഇപ്പൊ ബ്ലൂ അല്ലേ? ഇപ്പൊ ബ്ലൂ. എന്റെ കസിൻ സിസ്റ്റർ നിന്നെ ഈ ബ്ലാക്ക് ടീഷർട്ട് അല്ലാതെ നിന്നെ കാണാൻ പറ്റില്ല. സത്യാണത്. ഒരു ബ്ലാക്ക് ഇപ്പൊ പിന്നെ ഓഫീസിൽ ഒരു ബ്ലൂ ആയ കാരണം എന്നും ബ്ലൂ. എനിക്ക് അതും അടുത്ത് കണ്ടിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മിത്തുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്.
അതെനിക്കറിയാം 22/10/2011. അത് മുന്നേ ഇത്ര 2 കൊല്ലം മുന്നേ വരെ അറിയണ്ടായിരുന്നില്ല. എന്ന് വിളിച്ചോക്കും ഇതൊരു ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. 1-2 വർഷം പെട്ടു. അപ്പൊ അന്ന് പഠിച്ചു വെച്ചതാണ് 22/10. നമ്മുടെ എൻഗേജ്മെന്റ് ഡേറ്റ്. നമ്മുടെ നോക്കട്ടെ കല്യാണ ഡേറ്റ് എങ്കിലും. കല്യാണ ഡേറ്റ് എന്താ? മാരേജ് ഡേറ്റ് കല്യാണ ഡേറ്റ് അറിയാം. അഭിഷേക് ബച്ചന്റെ ഐശ്വര്യമായിട്ട് കല്യാണമായിരുന്നു. അതുകൊണ്ട് അറിയാം. ഏതായിരുന്നു ദിവസം? April 20. വലിയ സമാധാനം. എൻഗേജ്മെന്റ് ഡേറ്റ് ഏതാ മാസം? ഡിസംബർ ആയിരുന്നു. ഏതാ കൊല്ലം? ഡിസംബർ 20 ആയിരുന്നു. അല്ല, ഡിസംബർ 10 ആയിരുന്നു. ഏതാ വർഷം? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കണ്ടില്ലേ, നല്ല ഓർമ്മയാണ്. 2007 ഡിസംബർ 10, 2008 ഏപ്രിൽ 20 കല്യാണം കഴിഞ്ഞു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞെന്നറിയോ? 11 വർഷം. കണ്ട, റാപ്പിഡ് ഫയർ എനിക്ക് അറിയാം. അവരാവശ്യമായിട്ട് കൊടുക്കുമ്പോ ഒന്നും അറിയില്ല. അതിനല്ലേ നീ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാനല്ലേ? എന്റെ ഫേവറേറ്റ് ഫുഡ്. നിന്റെ ഫേവറേറ്റ് ഫുഡോ? പക്ഷെ എന്റെ ഫേവറേറ്റ് ഫുഡൊക്കെ എനിക്കറിയാം. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് അറിയുമ്പോലില്ല. ചിക്കൻ ബിരിയാണിയാണോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. രമേശന്റെ ഫേവറേറ്റ് ഫുഡ് നല്ല ചോറ്, മീൻകറി, മീൻ വറുത്തത്. ഇന്നുണ്ടോ? എന്തിനു ഓർമ്മിപ്പിക്കണം ഇതൊക്കെ വെറുതെ? നാട്ടിൽ പോയിട്ട് കഴിക്കാം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ നല്ല പൊരിച്ച മത്തി. നാട്ടിലെ മത്തി ടേസ്റ്റ് വേറെ എവിടെയും ലോകത്തില്ല. ഇവിടെ കിട്ടില്ല മത്തി, അതുകൊണ്ട് ഭയങ്കര വേറെ ടേസ്റ്റ് ഉള്ള മത്തികളാണ്. My favorite actor and actress. എന്റെ My favorite means എന്റെ. ലാലേട്ടൻ. ആക്ട്രസോ? ആക്ട്രസ് അങ്ങനെ മഞ്ജു വാര്യരാണോ? ആക്ട്രസ് നിനക്ക് അങ്ങനെ ആക്ട്രസ് ഞാൻ പറഞ്ഞു കിട്ടില്ലല്ലോ നിനക്ക്. മഞ്ജു വാര്യർ, ഭാവന. ആക്ട്രസ് മഞ്ജു വാര്യർ. കഥ മാത്രം മലയാളത്തിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ. അങ്ങനെ ദീപിക പദുക്കോൺ. ഞാൻ ഹിന്ദിയുമായിട്ട് ഞാനും ദുഷ്മനാണ്. തമിഴ്. അപ്പൊ ഇന്ന് ലാലേട്ടൻ വന്ന് നിന്റെ മറ്റൊരു പാർട്ടിക്കാരെ അവരല്ലേ? സൂര്യക്കല്ലേ നിന്റെ ആക്ടർ? സൂര്യക്ക് ഒരു വശത്തുണ്ട്, പക്ഷെ ലാലേട്ടൻ കഴിഞ്ഞിട്ടെങ്കിൽ ലോകത്ത് വേറെ. ജ്യോതിക. ആ ജ്യോതികയുടെ ഒരു ഡാൻസ് ഉണ്ട് എപ്പോ വന്നല്ലോ, ദും 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 അല്ലേ? ജ്യോതിക എന്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണ്. ഞാൻ എന്നിട്ട് പണ്ട് കല്യാണത്തിന് പോലെ ഞാൻ എന്റെ റിംഗ് ടോൺ ഇവിടെ അത് പറഞ്ഞു പിന്നെ ജ്യോതികയുടെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഇവിടെ ഓർമ്മ വരും. എന്നിട്ട് ഞാൻ അതൊക്കെ എന്റെ റിംഗ് ടോൺ. പണ്ടത്തെ ജ്യോതികയുടെ പോലെ മുടിയാക്കുക എന്നൊക്കെ പണ്ടത്തെ എന്റെ സ്വപ്നമായിരുന്നു. സ്ട്രെയിറ്റ് ചെയ്ത് സിൽക്കി ഹെയർ ഒക്കെ, അതുപോലത്തെ ഗുണ്ടുമണിയാണ്. അപ്പൊ ഞാനും കുറച്ച് ഗുണ്ടാണ്, കുഴപ്പമില്ല. അത്ര ഒരു പ്രാന്തായിരുന്നു എനിക്ക് ജ്യോതിക. ഇപ്പോഴും ജ്യോതികനെ നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ. മലയാളത്തിൽ അങ്ങനെ പറയാൻ ശോഭന ഉർവശിയൊക്കെ അല്ലാതെ പിന്നെ ആരും അങ്ങനെ ഇല്ല. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ പിന്നെ റാപ്പിഡ് ഫയർ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കണമെന്നുണ്ട്. ഫസ്റ്റ് ലവ് ഏത് വർഷത്തില്, ഏത് ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിലാണോ, 2ാം ക്ലാസ്സിലാണോ, 3ാം ക്ലാസ്സിലാണോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ റാപ്പിഡ് ഫയർ തന്നെ അറിയട്ടെ. ഞാൻ ഫസ്റ്റ് ലവ് എന്റെ ശരി എന്റെയോ? അല്ല, ഞാൻ എന്റെ ഉദ്ദേശിച്ചത്. അല്ല, എന്തിനും ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടെ. ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോ ഭയങ്കര ടഫാണ്. അല്ല ആലോചിക്കാൻ എത്ര മുന്നേക്ക് പോകണം അറിയോ? അതൊക്കെ എത്ര എടുക്കണം. 7ാം ക്ലാസ്സിലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ, നീ അറിഞ്ഞത് അറിഞ്ഞത് ശരി തന്നെയോ? 7ാം ക്ലാസ് 8ാം ക്ലാസ് വെറുതെ എന്തിനാണ് വെറുതെ ഇങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് വെറുതെ മോശമാക്കണം. ഉണ്ടോ ഫസ്റ്റ് ലവ് 7ാം ക്ലാസ്? നമുക്ക് എല്ലാവരോടും ഇഷ്ടം തോന്നാം അല്ലേ? അതുകൊണ്ട് എന്താ ഒരു മോശമുള്ള രമേശൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അത് ഓർമ്മയില്ല. പ്ലഗിലൊക്കെ വെച്ച് കാച്ചിതാവും. നല്ലോ ഓരോ വാക്കുകളും ഓർമ്മയുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ മറന്നുപോയത്. ഓരോ കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് മനസ്സിലായി. ഇത്രയൊക്കെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച് ചോദിക്കാൻ? ഫസ്റ്റ് ലവ് എന്താ? എനിക്ക് ആ ചോദ്യം ചോദിക്കാൻ ഞാൻ കുറെ പ്രാവശ്യം ആലോചിക്കുന്നത്. ഞാൻ എന്തിനാ വെറുതെ കുട്ടീനെ ചോദ്യം ചോദിച്ചു വിഷമിപ്പിക്കുന്നത്? അല്ല, ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് ഉണ്ടായിട്ടില്ല. സത്യമായിട്ടുള്ള കാര്യം രമേശൻ തന്നെ അറിയണ്ടാവൂലോ. പിന്നെ ഇഷ്ടം കുറെ പേരോട് തോന്നിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് മാധവൻ സിനിമ നടൻ. ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു മാധവൻ എവിടെ സ്കൂളിൽ പഠിച്ച? അല്ല, സിനിമ എന്താ ചെയ്യാ? എന്റെ സങ്കല്പത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടണ്ട. ഞാനെന്ത് ചെയ്യാനാണ്? കണ്ടുമുട്ടാനുള്ള ഒരു പ്രായമാകുമ്പോഴേക്കും പിടിച്ചു കെട്ടിച്ചു.
എന്റെ കുറ്റമേ അല്ല. 20 വയസ്സിൽ എന്നെ കല്യാണം കഴിപ്പിച്ചത് എന്റെ കുറ്റമേ അല്ലല്ലോ. അപ്പോഴേക്കും ഞാൻ ആൾക്കാരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഇങ്ങനെ മാധവനെ പോലെ വേണം എന്നും എന്റെ ആഗ്രഹമായിരുന്നു. മാധവനെ പോലെ വേണം, മാധവനെ പോലെ വേണം. അത്ര ഇഷ്ടമായിരുന്നു മാധവൻ. മോഹൻലാൽ കഴിഞ്ഞ് എനിക്ക് ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ മാധവനായിരിക്കും കേട്ടോ. അത്ര ഇഷ്ടമാണ് മാധവൻ. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ടാഗ് കഴിഞ്ഞു. വളരെ സന്തോഷം. ഇനി ഒരു Q&A പോലെ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അപ്പൊ ഒരു Q&A പോലെ നമ്മൾ വേണമെങ്കിൽ വണ്ടർലാൻഡിൽ നടത്താം എന്ന് വിചാരിക്കട്ടെ. ഇപ്പോഴല്ല, ഇനിയിപ്പോ നാട്ടിൽ പോയി വന്നിട്ടും എല്ലാം നോക്കാം. അതെ, എല്ലാവർക്കും എന്തൊക്കെ അറിയാൻ താല്പര്യമുള്ളത് ഓർ ഇനി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മനസ്സിൽ നാട്ടിൽ ഇരുന്നിട്ട് പറയാം. അതെ. അപ്പൊ ഇന്നത്തെ ഹസ്ബൻഡ് ടാഗ് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വളരെ തടിക്ക് കേടില്ലാത്ത രീതിയിൽ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അത്ര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ വിചാരിച്ചത് ബുദ്ധിമുട്ടുള്ള. പിന്നെ ഒരുവിധമൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിൽ തന്നെ എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്. അതല്ലാതെ ഒരുവിധമൊക്കെ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് പിന്നെ എന്താ ചോദിക്കുക വിചാരിച്ചിട്ട്. എന്നാലും ഒരു രസം രമേശന്റെ വായിൽ നിന്നും കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. ഞങ്ങളുടെ വീഡിയോ കാണുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരെയും കമന്റ് ഞങ്ങൾ കാണുന്നുണ്ട്. ഞാനും ഇപ്പൊ എല്ലാവരും കമന്റ് നോക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് എല്ലാത്തിനും റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്, ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. കമന്റുകളൊക്കെ വളരെ കൂടി പോകുന്നുണ്ട്. ഇപ്പൊ 2 ചാനലിലും ഉണ്ട്. അതാണ് 2 ചാനലിലും നമുക്ക് എന്നും റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം അത് സ്പാമിൽ എങ്ങാനും ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തതായിരിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തായാലും റിപ്ലൈ തരും. ചിലതൊക്കെ എങ്ങനെ സ്പാമിൽ പോകും. അതെന്താ സംഭവം മനസ്സിലായില്ല. ഞങ്ങൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഈ സ്നേഹത്തിന് എന്നും നന്ദി ഉണ്ടാവും. ഭയങ്കര ഫോർമലായോ? ഞാൻ തുടങ്ങിയത് ഇങ്ങനെ അവസാനിപ്പിച്ച് നിൽക്കുന്ന അറിയില്ല. സ്നേഹം തന്നെയല്ലേ? അതെ അതെ. നീയാണ് ഇപ്പൊ തുടങ്ങിയിട്ട് നീ സ്നേഹം റൊമാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോ ആ വാക്കുകളൊക്കെ വന്നു പോയതാണ്. എന്റെ കുറെ ഫാൻസ് ഉണ്ട്. ഞാൻ അപ്പൊ അവരോട് ഞാൻ എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. രമേശ് ചേട്ടൻ വേണം, രമേശ് ചേട്ടൻ വരണം എന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ കമന്റ്. ഭയങ്കര സന്തോഷത്തിലെ പാവം. സത്യം ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഫാൻസ് ഉണ്ട് കേട്ടോ. എന്നെക്കാളും ഫാൻസ് ആയി. അതാണ് ഇപ്പൊ എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇത് ഞങ്ങളുടെ ഫാമിലി ചാനലാന്ന് ആദ്യമേ പറഞ്ഞിട്ട്. അത് സ്വപ്ന എന്ന് പേര് സത്യം പറഞ്ഞാൽ കുറെ പേര് പറഞ്ഞു പേര് മാറ്റണം. ഇനിയിപ്പോ പേര് മാറ്റിയ ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തോണ്ടാ. എന്താ വെച്ചാൽ സ്വപ്നയാണ് ഇതിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കുന്നത്. ഞങ്ങളുടെ ഫേസ്, എന്റെ ആയാലും മിത്തുവിന്റെ ആയാലും ഫേസ് ഓഫ് ദ ചാനൽ ഈ സ്വപ്ന കേട്ടല്ലേ. അപ്പൊ സ്വപ്ന തന്നെയാണ്, സ്വപ്ന വണ്ടർലാൻഡ് തന്നെ ആയിരിക്കും അത്. ഞങ്ങളൊക്കെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്ന അതിഥികൾ മാത്രം. ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ വരുന്ന അതിഥികൾ മാത്രം. അരവിന്ദന്റെ അതിഥികൾ, സ്വപ്നയുടെ അതിഥികളാണ് ഞങ്ങളൊക്കെ ചാനലില്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ നമ്മള് 80K ആയി സബ്സ്ക്രൈബേഴ്സ്. നീ 1K ആവാൻ അധികം 100K ആവാൻ അധികം ദിവസമല്ലേ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്, ഷെയർ ആവശ്യമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ബൈ.